ചരിത്രകാരനും ഗ്രന്ഥശാലാ സംഘം പ്രവർത്തകനുമായിരുന്ന ഷൺമുഖൻ ആണ്ടലാട്ടിൻ്റെ 10ാമത് അനുസ്മരണവും പ്രഥമ ആണ്ടലാട്ട് അവാർഡ് സമർപ്പണവും നടത്തി. ചരിത്രാന്വേഷണത്തിലും അപൂർവ ചരിത്രരേഖകൾ മാധ്യമങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പ്രസിദ്ധീകരിക്കുന്നതിലുമുള്ള ആധികാരികതയെ ആദരിച്ച് ചെറായി രാമദാസിനാണ് അവാർഡ് നൽകിയത്. ആണ്ടലാട്ട് അനുസ്മരണ സമിതിയും ആണ്ടലാട്ടിൻ്റെ കുടുംബവും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ഹാളിൽ പറവൂർ ബാബുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഡോക്ടർ കെ.വി. കുഞ്ഞികൃഷ്ണൻ പുരസ്കാരം വിതരണം ചെയ്തു. വി.ആർ. സുശീൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ടി.ആർ. വിനോദ്, സി.എസ്. ജയദേവൻ, ജോഷി ടോമോ, പി.പി. സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ഈ ലൈബ്രറി എന്നും ചരിത്രം ഒരു സമുദായികമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ ലൈബ്രറിയുടെ 75 വർഷത്തെ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാലും അത് ആ ഒരു ദിശാബോധത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട 4 പ്രസിദ്ധീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സമാന്തര ഗവേഷണ രംഗത്ത് ആദ്യം പറഞ്ഞതിനേക്കാൾ 10 മടങ്ങ് ത്യാഗവും ദുരിതവും സഹിക്കേണ്ട ആ രംഗത്ത് സഖാവ് ആണ്ടലാട്ടിനെ പോലെ അധികം പേരെ ചൂണ്ടിക്കാണിക്കാൻ ഈ 69ാമത്തെ വയസ്സിലും എനിക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ച് അന്വേഷണത്തിലേക്ക് ഇറങ്ങിയ ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിൽ എങ്ങനെയൊക്കെ യഥാർത്ഥ വിവരങ്ങൾ ശേഖരിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട്, അക്കാഡമിക്കാവട്ടെ അല്ലാത്തവട്ടെ. അത് എൻ്റെ ഒരു ശ്രദ്ധാവിഷയമാണ്. അതിലധികം പേരെ നമുക്ക് കാണാനാവില്ല. അക്കാഡമിക്കും ആയിക്കോട്ടെ. കഴിഞ്ഞ 22 കൊല്ലമായി എനിക്ക് പറയാൻ കഴിയും അക്കാഡമിക് രംഗത്തും യാന്ത്രികമായി എന്നേക്കാൾ കൂടുതലായിട്ട് പറയാൻ കഴിയുന്നത് പറഞ്ഞതും കുഞ്ഞികൃഷ്ണനാണ്. യാന്ത്രികമായ ഒരു കമ്പൈനേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുക മാത്രമേ ഇത് ചെയ്യാനുള്ളൂ. വളരെ ഒറ്റപ്പെട്ട 1, 2 അല്ലെങ്കിൽ ഏതാനും പേരോ അടിത്തട്ടിലേക്ക് പോയി യഥാർത്ഥ ഗവേഷകനായിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ മഹാഭൂരിപക്ഷവും കഴിഞ്ഞ 22 കൊല്ലക്കാലം കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ ചെന്നൈ ആർക്കൈവ്സിലും കേരളത്തിലെ ആർക്കൈവ്സുകളിലും ഉള്ള പരിചയം കൊണ്ട് പറയാൻ കഴിയുന്നത് യാന്ത്രികമായിട്ടുള്ള ഒരു അന്വേഷണ രീതിയും അതിൻ്റെ ഒരു അവാർഡ് സ്വീകരണവും ഒക്കെയാണ് നടക്കുന്നത്. അവിടെയാണ് ആണ്ടലാട്ട് എന്ന ത്യാഗിയുടെ എഴുത്തുകൾക്ക് വില കഴിയുന്നത്. ന്യൂസുകൾ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.